ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു സനസ് ഫുഡ് കോർട്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കളറൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസും അതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പോളയാണ്. ഈ ഒരു ഇഫ്താറിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ രണ്ടും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ പോളയാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മളിതിലേക്ക് അധികം മസാല കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നല്ലോണം എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അരമുറി തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ആ ക്രഷ് കളഞ്ഞിട്ടാണ് ഇതുപോലെ കുഞ്ഞിയതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 4 മുട്ട വരെയെങ്കിലും ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് മൈദക്ക് 4 മുട്ട. അപ്പോൾ ഞാനിപ്പോൾ 3 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുത്തതിന് ശേഷം ആദ്യം നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അതൊന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ ഒരു ഫില്ലിങ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിൽ അത്യാവശ്യം ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പോള കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫില്ലിങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ ഞാൻ ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടെ ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ അടിയിലായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടി കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചിട്ട് എടുക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ താഴെയുള്ള ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ മറിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ പോള. ഞാനിപ്പോൾ ഒരു 1.5 കപ്പിലേക്ക് 3 മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 4 മുട്ട വരെയൊക്കെ എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ നല്ല എരിവോട് കൂടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കളറൊന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്കതിന് മെയിനായിട്ട് വേണ്ടത് ഇതാ ഈ ഒരു മുന്തിരിയാണ് കേട്ടോ. സ്വീറ്റ്ലെസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു മുന്തിരി. ജ്യൂസ് അടിക്കുന്ന ജ്യൂസ് മുന്തിരി അല്ല, നമ്മൾ കഴിക്കുന്ന കുരു ഇല്ലാത്ത മുന്തിരി ഉണ്ടല്ലോ, അതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം. അത് കഴിഞ്ഞിട്ട് ഞാനിത് കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2-3 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി. ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം വേണം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉറുമാമ്പഴമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുന്തിരിക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള മുന്തിരി തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ജ്യൂസിന് ഉണ്ടാവുക.
എന്നിട്ട് എല്ലാം കൂടി അടിച്ചെടുത്തിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ജ്യൂസ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അത്രയും നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇത് നമ്മൾ എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ കളർ ഇങ്ങനെയാണ്. എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.